ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷ ഡേറ്റ് അറിയാത്തത് കൊണ്ട് മടി പിടിച്ചിരിക്കുകയായിരിക്കും എല്ലാവരും. സിലബസ് ഫുൾ കവർ ചെയ്ത് നന്നായി പഠിക്കാനുള്ള അവസരമാണിത്. നിങ്ങളോടൊപ്പം എക്സാം എഴുതേണ്ടവർ ഈ സമയം നന്നായി വിനിയോഗിക്കുകയാണെന്ന് മനസ്സിൽ ഓർക്കുക. അവരോടൊപ്പമാണ് നമുക്ക് മത്സരിക്കേണ്ടത്. അപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് തന്നെ തുടങ്ങുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റിലെ മോക്ക് ടെസ്റ്റ് സീരീസ് 5ാം ഭാഗമാണ് ഇന്ന്. First question, which of the following pollutant is included in the air quality index in India? ഇന്ത്യയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്ന പൊല്യൂട്ടന്റ് ഏത്? ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, സൾഫർ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. മറ്റുള്ളവ പാർട്ടിക്കുലേറ്റ് മാറ്റർ 10(2), ഓസോൺ, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ലെഡ്, അമോണിയ, NH3 ഇവയൊക്കെയാണ് ഇന്ത്യൻ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്ന പൊല്യൂട്ടൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് ഇയർ ഇസ് ദ യൂണിറ്റ് ഓഫ്, പ്രകാശവർഷം എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, ഡിസ്റ്റൻസ്, ടൈം, പ്ലാനറ്ററി മോഷൻ. പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ്. അപ്പൊ ആൻസർ ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ ആണ്. അസേർഷൻ സ്റ്റേറ്റ്മെന്റ്, പീപ്പിൾ പോപ്പുലേഷൻ control measures do not necessarily help in checking the environmental degradation. ജനസംഖ്യാ നിയന്ത്രണം പരിസ്ഥിതി നശീകരണത്തെ തടയാനുള്ള ഒരു പ്രധാന മെഷർ അല്ല. അടുത്ത റീസൺ പറയുന്നത്, the relationship between population growth and environmental degradation is rather complex. ജനസംഖ്യാ വർധനയും പരിസ്ഥിതി നശീകരണവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് രണ്ടും കറക്റ്റ് ആണ്. റീസൺ എക്സ്പ്ലെയിനിങ് എ. Option B, both A and R are correct. R is not the correct explanation of A. Option C, A is true but R is false. Option D, A is false but R is true. ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണം പരിസ്ഥിതി നശീകരണത്തെ തടയാനുള്ള ഒരു പ്രധാനപ്പെട്ട മെഷർ അല്ല എന്നുള്ളത്. അതൊരു കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് പരിസ്ഥിതി നശീകരണവും ഉണ്ടാകുമെന്ന് നമുക്ക് എപ്പോഴും പറയാൻ കഴിയില്ല. അപ്പൊ റീസൺ പറയുന്നത് ആ പരിസ്ഥിതി നശീകരണവും പോപ്പുലേഷൻ വർധനയും ജനസംഖ്യ വർധനയും തമ്മിലുള്ള ബന്ധം കോംപ്ലക്സ് ആണ്. അതായത് കൂടുന്നതിനനുസരിച്ച് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് പരിസ്ഥിതി നശീകരണം കൂടും എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലയിടങ്ങളിൽ പരിസ്ഥിതി നശീകരണത്തിന് കാരണമാകുന്നത് ജനസംഖ്യാ വർധനവാണ്. പക്ഷെ എല്ലാ സമയവും ജനസംഖ്യാ വർധനവ് പരിസ്ഥിതി നശീകരണത്തിന് കാരണമാകില്ല. അപ്പൊ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. എപ്പോഴും ജനസംഖ്യാ വർധനവ് പരിസ്ഥിതി നശീകരണത്തിന് കാരണമാകുന്നില്ല. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആ റീസൺ ആദ്യത്തെ അസേർഷൻ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കുന്നുണ്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ദ കോ ബെനിഫിറ്റ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഈസ്. മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ കോ ബെനിഫിറ്റ്, സഹ ആനുകൂല്യം ഏതാണെന്ന്. പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷൻസ് ആണ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീഷൻ ആണ്. അപ്പോൾ ഓസോൺ അതിന്റെ കോ ബെനിഫിറ്റ് ഏതാണെന്ന്. ഇംപെറ്റസ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് എനർജി എഫിഷ്യന്റ് സിസ്റ്റം, റിഡക്ഷൻ ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റ് എമിഷൻ. ഓപ്ഷൻ സി, കൺവെർജൻസ് ഓഫ് എഫർട്സ് ഓഫ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇൻ അഡ്രസിംഗ് എയർ പൊല്യൂഷൻ. ഓപ്ഷൻ ഡി, കൺട്രോളിംഗ് ഓഫ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഓഫ് ഹസാർഡ്സ്. ആൻസർ ബി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വലന്റ് ആയിട്ടുള്ള എമിഷൻസ് കുറയ്ക്കുകയാണെന്ന്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടുതലായിട്ടുള്ള ഉത്പാദനം അത് ഓസോണിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഓസോൺ ഡിപ്ലീഷൻ കാരണമാകുന്ന സബ്സ്റ്റൻസിന്റെ ഉത്പാദനം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അതുവഴി കാർബൺ ഡൈ ഓക്സൈഡിലെ എമൗണ്ടും കുറയും. നെക്സ്റ്റ് വൺ, ദ നെയിം ഓഫ് ദ എക്സ്ട്രീംലി എഫക്റ്റീവ് ഫയർസ് എക്സ്റ്റിംഗ്വിഷിംഗ് ഏജന്റ് ഈസ്. അങ്ങേറ്റം ഫലപ്രദമായ ഒരു അഗ്നിശമന ഏജന്റ് ഏതാണ്? ഹീലിയം, ഹാലോൺസ്, ഹാലജൻസ്, ആർഗോൺ. എഫക്റ്റീവ് ആയിട്ടുള്ള അഗ്നിശമന ഏജന്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാലോൺസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഗോൾസ് എഗ്രീഡ് ബൈ UN മെമ്പർ സ്റ്റേറ്റ്സ് ഇൻ ദ ഇയർ 2015 ആസ് യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. UN മെമ്പർ കൺട്രീസ് 2015 അംഗീകരിച്ച യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ എണ്ണം എത്രയാണ്? നമ്മൾ നാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് പഠിച്ചായിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 17 എണ്ണമാണ്. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ളതാണ്. തെറ്റിക്കാനായിട്ട് ഇവിടെ ഓപ്ഷൻസിൽ 17 തന്നിട്ടുണ്ട്. ആ 17 എണ്ണവും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ മോക്ക് ടെസ്റ്റിൽ. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി നോക്കുക. ഇവിടെ ഓപ്ഷൻസ് 17, 18, 7, 8 യുണൈറ്റഡ് നേഷൻസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്.
ആൻസർ 8 ആണ്. ആ 8 ഗോൾസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നോക്കിക്കൊള്ളുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് മെറ്റീരിയൽസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സോളാർ ഓൾ ഫാബ്രിക്കേഷൻ? സോളാർ എല്ലാ ഫാബ്രിക്കേഷനിലും വ്യാപകമായി ഉപയോഗിക്കുന്നത് ഏത് മെറ്റീരിയൽ ആണെന്ന്? റുബീഡിയം, സിലിക്കോൺ, നിക്കൽ, ക്രോമിയം. സോളാർ ഫാബ്രിക്കേഷൻസിൽ ഉപയോഗിക്കും, സോളാർ സെല്ലിലൊക്കെ ഉപയോഗിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സിലിക്കൺ ആണ്. സൂര്യന്റെ എനർജി ക്യാപ്ചർ ചെയ്യാനും ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാനുമുള്ള ആ സിലിക്കണിന്റെ കഴിവുകൊണ്ടാണ് കൂടുതലായിട്ടും സിലിക്കൺസ് ഉപയോഗിക്കുന്നത്. ക്രിസ്റ്റലൈൻ സിലിക്കൺസ് ആണ് സോളാർ സെൽസിൽ ഉപയോഗിക്കുന്നത്. ക്രിസ്റ്റലൈൻ സിലിക്കൺസ് ആണ്. ഏറ്റവും പ്യുവർ ആയിട്ടുള്ള സിലിക്കൺസ് അല്ല, ഇമ്പ്യൂരിറ്റീസ് കൂടി ആഡ് ചെയ്തിട്ടാണ് സിലിക്കൺസ് സോളാർ സെൽസിൽ ഉപയോഗിക്കുന്നത്. Next one, which of these countries recently controversially left the International Whaling Commission for resuming commercial whaling? വാണിജ്യപരമായിട്ടുള്ള തിമിംഗല വേട്ട പുനരാരംഭിക്കുന്നതിനായിട്ട് ഏത് രാജ്യമാണ് അടുത്തിടെ അന്താരാഷ്ട്ര തിമിംഗല കമ്മീഷനിൽ നിന്ന്, ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനിൽ നിന്ന് പുറത്തുപോയത്? ഓപ്ഷൻസ് ഓസ്ട്രേലിയ, തായ്വാൻ, ജപ്പാൻ, സൗത്ത് കൊറിയ. ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1986-ലാണ്. ആ കമ്മീഷൻ അനുസരിച്ച് കൊമേഴ്സ്യൽ വെയിലിംഗ് ബാൻ ചെയ്തു. വെയിൽസിന്റെ എണ്ണം ക്രമാതീതമായി കുറയുന്നതായിരുന്നു അതിനുള്ള കാരണം. കൊമേഴ്സ്യൽ വെയിലിംഗ് നിരോധിച്ചുകൊണ്ടാണ് 1986-ലാണ് ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അത് ഈയിടെയായി അതിൽ നിന്ന് പുറത്തുപോയ രാജ്യം ജപ്പാനാണ്. അതിനുള്ള കാരണം ജപ്പാനിൽ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് വെയിൽസിനെ വേട്ടയാടുന്നത്, അതുപോലെ തന്നെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് ഒത്തുപോകാൻ കഴിഞ്ഞില്ല, അങ്ങനെയാണ് അവര് പുറത്തു പോകുന്നത്. ജപ്പാനാണ് ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനിൽ നിന്ന് പുറത്തുപോയ രാജ്യം. നെക്സ്റ്റ് വൺ, ദ പ്രസൻസ് ഓഫ് ഗ്രേറ്റ് ഗാർബേജ് പാച്ച് ഈസ് ഫൗണ്ട് ഇൻ? സമുദ്ര അവശിഷ്ടങ്ങളുടെ ഒരു കൂട്ടം അത് കാണുന്നത് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, പസഫിക് ഓഷ്യൻ ആണ് ഗ്രേറ്റ് ഗാർബേജ് പാച്ച്. സമുദ്ര അവശിഷ്ടങ്ങൾ ചേർന്നുള്ള ഒരു ഭാഗമാണ്. Last question, the famous Brundtland report titled Our Common Future was released in the year? Our Common Future എന്ന ടൈറ്റിൽ ചെയ്തിട്ടുള്ള ബ്രഡ്ലാൻഡ് റിപ്പോർട്ട് റിലീസ് ചെയ്ത വർഷം. ഇതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻസും ഉണ്ടാവാം. ഏത് റിപ്പോർട്ടാണ് അവർ കോമൺ ഫ്യൂച്ചർ എന്ന ടൈറ്റിൽ അറിയപ്പെടുന്നത്? ബ്രഡ്ലാൻഡ് റിപ്പോർട്ടാണ്. ആൻസർ 1987 ആണ്. 1987 മാർച്ച് 20-നാണ് ബ്രഡ്ലാൻഡ് റിപ്പോർട്ട് വരുന്നത്. അന്ന് ചെയർമാൻ ആയിട്ട് വരുന്നത് നോർവീജിയൻ പ്രൈം മിനിസ്റ്റർ ആയ ഗ്രോ ഹാർലോൺ ബ്രഡ്ലാൻഡ് ആണ്. അതുകൊണ്ടാണ് ബ്രഡ്ലാൻഡ് റിപ്പോർട്ട് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവർക്കും നന്ദി.